ഭാരത സർക്കാരിന്റെ നേതൃത്വത്തിൽ 2026 ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന അതിപ്രധാനമായ ആഗോള ഉച്ചകോടിയാണ് ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി 16-ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഇന്ത്യയെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ തുടങ്ങിയവർ ഇതിന്റെ ഭാഗമാകുന്നു. ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ, ഓപ്പൺ AI തലവൻ സാം ഓൾട്ട്മാൻ, എൻവിഡിയ സിഇഒ ജെൻസൺ ഹുവാങ് എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിക്കും. AI സാങ്കേതികവിദ്യ സാധാരണക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരും എന്നതാണ് പ്രധാന ചർച്ച. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും AI ഉപയോഗിക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ, വിളവ് വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം മുൻകൂട്ടി അറിയുന്നതിനും AIയുടെ സഹായം, AI മൂലം തൊഴിൽ മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങളും പുതിയ അവസരങ്ങളും, AI ദുരുപയോഗം ചെയ്യുന്നത് തടയാനും ഡീപ് ഫേക്ക് പോലുള്ള ഭീഷണികൾ നേരിടാനുമുള്ള ആഗോള നിയമങ്ങൾ രൂപീകരിക്കൽ എന്നിവയാണ് ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സെമി കണ്ടക്ടർ ഉൽപ്പാദനം ഈ മാസം അവസാനം ഗുജറാത്തിലെ മൈക്രോൺ പ്ലാന്റിൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. AI മേഖലയിലെ മികച്ച കണ്ടുപിടുത്തങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും പുരസ്കാരങ്ങൾ നൽകും. AI എല്ലാവർക്കും ലഭ്യമാകണമെന്നും അത് ഉത്തരവാദിത്തത്തോടും സുരക്ഷിതമായും ഉപയോഗിക്കണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഥമ വനിത ബ്രിജിറ്റ് മാക്രോണിനൊപ്പം 2026 ഫെബ്രുവരി 16 മുതൽ 19 വരെ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നു. AI ഇംപാക്ട് സമ്മിറ്റ് 2026, ന്യൂഡൽഹിയും പാരീസും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തൽ എന്നിവയാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുംബൈയിലെത്തിയ മാക്രോൺ ലോക് ഭവനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങൾ ഇതിന്റെ ഭാഗമായി കൈമാറും. ഏകദേശം 3.6 ലക്ഷം കോടി രൂപ മൂല്യം കണക്കാക്കുന്ന 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പ്രതിരോധ കരാറാണ് ഈ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2008-ലെ മുംബൈ ഭീകരാക്രമണ ഇരകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കൽ, ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, ഇന്ത്യ ഫ്രാൻസ് ഇന്നോവേഷൻ ഫോറം ഉദ്ഘാടനം എന്നിവയും അദ്ദേഹത്തിന്റെ പരിപാടികളിൽ ഉൾപ്പെടുന്നു. തുടർന്ന് ഇരു നേതാക്കളും ഡൽഹിയിലേക്ക് തിരിക്കും. അവിടെ വെച്ച് AI ഇംപാക്ട് സമ്മിറ്റിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയും ആരോഗ്യരംഗത്തെ സഹകരണം, ഉത്തരവാദിത്തമുള്ള നവീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്യും. 2025-ലെ പാരീസ് ഉച്ചകോടിയുടെ തുടർച്ചയായി വ്യാപാരം, നിക്ഷേപം, തന്ത്രപരമായ ബന്ധങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ആശങ്കകൾ, വഖഫ് വിഷയങ്ങൾ, സ്കോളർഷിപ്പുകളുടെ പുനഃസ്ഥാപനം എന്നിവ കാന്തപുരം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വരാനിരിക്കുന്ന വിശുദ്ധ റമദാൻ മാസത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക സന്ദേശം അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൈമാറി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം സെന്ററിന്റെ വികസനം, കേരളത്തിലെ ദേശീയപാത വികസനം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയിൽ കടന്നുവന്നു. കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള മഗ്സ് നോളജ് സിറ്റി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഈ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ വിഷയങ്ങളോ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളോ ചർച്ച ചെയ്തിട്ടില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരം CNN ന്യൂസ് 18-ന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും രാജ്യത്ത് അവർക്ക് അരക്ഷിതാവസ്ഥ ഇല്ലെന്നും പ്രസ്താവിച്ചു. തമിഴ്നാട്ടിൽ താമസിക്കുന്ന ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2026 ഫെബ്രുവരി 15-ന് കത്തയച്ചു. തമിഴ്നാട്ടിലെ ക്യാമ്പുകളിലും പുറത്തുമായി താമസിക്കുന്ന ഏകദേശം 89,000 ശ്രീലങ്കൻ തമിഴർക്ക് പൗരത്വമോ അല്ലെങ്കിൽ ദീർഘകാല വിസയോ നൽകണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. പൗരത്വത്തിനായുള്ള അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ പാസ്പോർട്ട്, വിസ തുടങ്ങിയ രേഖകൾ ഹാജരാക്കുന്നതിൽ ഇളവ് നൽകണമെന്നും സംസ്ഥാന സർക്കാർ നൽകിയ തിരിച്ചറിയൽ രേഖകൾ ഇതിനായി പരിഗണിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അനധികൃത കുടിയേറ്റക്കാർ എന്ന വിശേഷണം ഒഴിവാക്കുക. 2025 ജനുവരി 5-ന് മുൻപ് ഇന്ത്യയിൽ എത്തിയ ശ്രീലങ്കൻ തമിഴരെ അനധികൃത
കുടിയേറ്റക്കാരായി കണക്കാക്കരുത് എന്ന് അദ്ദേഹം കത്തിൽ പ്രത്യേകം വ്യക്തമാക്കി. പൗരത്വ അപേക്ഷകൾ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നതിനായി അതത് ജില്ലാ കളക്ടർമാർക്ക് കൂടുതൽ അധികാരം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ അഭയാർത്ഥികളിൽ 40% പേർ ഇന്ത്യയിൽ ജനിച്ചവരാണെന്നും 4 പതിറ്റാണ്ടിലേറെയായി ഇവിടെ താമസിക്കുന്ന ഇവർക്ക് നിയമപരമായ പരിരക്ഷ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടി. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പ്രത്യേക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ കത്തെഴുതിയത്. തമിഴ്നാട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്നു മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണം ആരംഭിച്ചു. കുടിശ്ശികയുള്ള ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ നൽകുക, സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. OP സേവനങ്ങളെയും പഠന പ്രവർത്തനങ്ങളെയും സമരം ബാധിക്കുമെങ്കിലും അത്യാഹിത വിഭാഗം, ICU, ലേബർ റൂം എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരി 20 മുതൽ 28 വരെ വീടുകൾ കയറിയുള്ള വിപുലമായ പ്രചാരണ പരിപാടി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തും. പിണറായി സർക്കാർ 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന വിവാദമായി. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി.